ഹാപ്പിനെസ്. ഇതിലുണ്ടല്ലോ കുറേ പോയിൻ്റാണ്. നിങ്ങൾ കേൾക്കും മിസ് ഇതെങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ മിസ് ഓരോ പോയിൻറ്റും ഇമ്പോർട്ടൻറ്റ് പറയും. എല്ലായ്പ്പോഴും ഞാൻ പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്താൽ മതി. സോ പിള്ളേർ ആദ്യത്തെ അവരുടെ ഹാപ്പിനെസ്, പിള്ളേർ സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാകും? ബ്ലിസ്ഫുൾ സ്മൈലാണ്. പിള്ളേർ ചിരിക്കുന്നിടത്തോളം ഇന്നസെൻ്റ് ആയിട്ടുള്ള ചിരി നമ്മൾ കണ്ടിട്ടില്ലല്ലേ? അതാണ് ഒരു പ്രത്യേക ചിരിയാണ് കുട്ടികളുടെ ചിരി. അതാണ് ബ്ലിസ്ഫുൾ സ്മൈൽ എന്ന് പറയുന്നത്. ലേറ്ററാണ് എക്സോബറൻറ്റ് ലാഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു അട്ടഹസിച്ച് നമ്മൾ ചിരിക്കും. നമ്മളിപ്പോഴൊക്കെയാണ് എക്സോബറൻറ്റ് ലാഫ്റ്റർ എന്ന് പറയുന്നത്. സോ ആദ്യം ഭയങ്കര ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ചിരിയിൽ നിന്നാണ് ഈ ഒരു ലാഫ്റ്റർ സിറ്റുവേഷനിലേക്ക് മാറുന്നത്. സോ വെൻ ഇൻഫൻസ് അച്ചീവ് ന്യൂ സ്കിൽസ്, അപ്പോൾ എപ്പോഴൊക്കെ അവർ ചിരിക്കുന്നത്? പുതിയൊരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടോ? പിള്ളേർ ഒരു ടോയ് എടുത്ത് കഴിയുമ്പോൾ, ഒരു കിലുക്കി കഴിയുമ്പോൾ, ഇതൊക്കെയാണ് അവരുടെ സന്തോഷം എന്ന് പറയുന്നത്. നമ്മളവർക്ക് ഇതിനൊക്കെയാണ് ചിരിക്കുന്നതെന്ന്. പക്ഷേ അതാണ് അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. വെൻ ദേ അച്ചീവ് എ ന്യൂ സ്കിൽ ദേ സ്മൈൽ ആൻഡ് ലാഫ്. അതാണ് അവരുടെ അതിലൂടെയാണ് അവരുടെ മോട്ടോർ ആൻഡ് കോഗ്നിറ്റീവ് മാസ്റ്ററി. പോയി ഒരു ടോയൊക്കെ എടുത്ത് കഴിയുമ്പോഴുള്ള പിള്ളേരുടെ ചിരി നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് എനിക്കൊക്കെ അത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെയാണ്. ആൻഡ് സ്മൈൽ എൻകറേജസ്. ചിരിക്കുന്ന കുട്ടികൾ, ഞാൻ പറഞ്ഞില്ല ടെമ്പറമെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നതാണ്. ചിരിക്കുന്ന പിള്ളേരുടെ അടുത്ത് എപ്പോഴും എങ്ങനെയാണെന്ന് അറിയാമോ? അഫെക്ഷനേറ്റ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ആയിരിക്കും. എൻ്റെ അടുത്ത് രേവാ മിസ് ഇങ്ങനെ ചോദിക്കും, അയ്യോ മിസ്സിന് അപാര ക്ഷമയായിട്ട് ഈ മാണി ഓരോ കുരുത്തക്കേട് കാണിക്കുമ്പോൾ എങ്ങനെ മാണീനെ എൻ്റെ അടുത്ത് ഫോഗീവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. പക്ഷേ എനിക്കെപ്പോഴും തോന്നുന്നുണ്ട് മാണിയുടെ ഏറ്റവും വലിയ അഡാപ്റ്റീവ് ക്വാളിറ്റി എന്ന് പറയുന്നത് അവൻ്റെ സ്മൈലാണ്. അവൻ നമ്മളെ നോക്കി ചിരിക്കുമ്പോഴല്ലോ നമ്മുടെ ദേഷ്യമൊക്കെ അങ്ങോട്ട് പോകും. സോ അതാണ് സ്മൈൽ. ആക്ച്വലി ഇറ്റ് ഈസ് അത് അഫെക്ഷനേറ്റ് ആക്കാനും സഹായിക്കും. നമ്മൾ ആ കൊച്ചിനോട് നമുക്കൊരു അട്രാക്ഷനും തോന്നും. ഒരു അറ്റൻഷൻ കൊടുക്കാനും തോന്നും. അതാണ് അഫെക്ഷനേറ്റ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ആയിരിക്കും. എൻകറേജസ് ദ കെയർ ഗീവർ. ആൻഡ് ഹാപ്പിനെസ്. ഈ ഹാപ്പിനെസ് ആണ് എന്ത് ചെയ്യുന്നത്? കുട്ടീനെയും അമ്മേനെയും തമ്മിൽ, അല്ലെങ്കിൽ പേരൻസിനെയും കുട്ടികളെയും തമ്മിൽ ബൈൻഡ് ചെയ്യിക്കുന്നത്. ആൻഡ് സപ്പോർട്ടീവ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ അതിനോട് പേരൻസിനും അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ കെയറും സപ്പോർട്ടും ആ കൊച്ചിന് കിട്ടും. അങ്ങനെ ആ കൊച്ചിൻ്റെ കോമ്പീറ്റൻസീസും ഡെവലപ്പ് ആവും. ഇവിടെയാണ് എന്ത് മനസ്സിലാവുന്നത്? ഈ ടെമ്പർ ടാൻട്രം ഉള്ള കുട്ടികളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെപ്പോഴും അൺഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവരെ നമുക്ക് പ്ലീസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അവരെപ്പോഴും ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പോൾ പേരൻസിനും അവരോട് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. Happiness not just contribute to a positive emotion, rather that creates a base for the relationship between parent and the child. And even a newborn smiles during the sleep. നിങ്ങൾ കണ്ടിട്ടില്ലേ ഉറങ്ങുന്നത്? എനിക്ക് ആക്ച്വലി ഇന്നാണെങ്കിൽ മാണിയുടെ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ചിരിക്കുന്ന ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അതാണ് പറയുന്നത്. ഈവൻ കുട്ടികൾ റെം സ്ലീപ്പിൻ്റെ ഇടയ്ക്ക് വരെ പിള്ളേർ ചിരിക്കും. സോ പിള്ളേർ എപ്പോഴൊക്കെയാണ് ചിരിക്കുന്നത്? നോർമലി ഇൻ റെസ്പോൺസ് ടു, നമ്മൾ പറഞ്ഞില്ലേ അവരെ ജെൻറ്റിൽ ടച്ച്, ചില സൗണ്ട്സൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അവരുടെ എന്താ പറയുന്നത്, സ്കിന്നിലൊന്ന് തൊടുമ്പം, അല്ലെങ്കിൽ അമ്മയൊന്ന് പയ്യെ തൊടുമ്പോഴോ, അല്ലെങ്കിൽ അമ്മയുടെ സംസാരം കേൾക്കുമ്പോഴോ ഒക്കെ കുട്ടികൾ എന്ത് ചെയ്യും? ചിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം പറഞ്ഞു, ആദ്യം ബ്ലിസ്ഫുൾ സ്മൈലായിരുന്നു, അവിടുന്ന് എക്സുബറൻറ്റ് ലാഫ്റ്ററിലേക്ക് വരും. ആൻഡ് ദേ ലാഫ് വെൻ ദേ അച്ചീവ് സംതിങ് ദാറ്റ് ഷോസ് ദെയർ കോഗ്നിറ്റീവ് ആൻഡ് മോട്ടോർ മാസ്റ്ററി. പിന്നെ എന്താണ്? ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. ആൻഡ് ഈവൻ ന്യൂ ബോൺ ബേബീസ് സ്മൈൽ ഡ്യൂറിങ് ദ സ്ലീപ്പ്. ആൻഡ് ബൈ ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് മന്ത്, അപ്പം ഒരു മാസം കഴിയുമ്പോൾ തന്നെ കുട്ടികൾ സ്മൈൽ ഡൈനാമിക് ഐ ക്യാച്ചിങ് സൈഡ്സ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ കുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ നല്ല ബ്രൈറ്റ് കളേഴ്സ്, റെഡ്, പിള്ളേർ നമ്മളെ നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളുമായിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട്സിൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ജമ്പിങ് മൂവിങ് ഒബ്ജക്ട്സിനെ അവരെപ്പോഴും ശ്രദ്ധിക്കും. അവരുടെ വിഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആയില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ പെട്ടെന്ന് ശ്രദ്ധിക്കും. അതാണ് അങ്ങനെയുള്ള കാര്യത്തിൽ അവർ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി. ദേ ഇൻഫൻറ്റ് സ്മൈൽ അറ്റ് ഡൈനാമിക് ഐ ക്യാച്ചിങ് സൈഡ്സ്. ആൻഡ് ഇൻഫൻസ് അറ്റൻസ് ടു പേരൻസ് ഫേസ്. പിള്ളേർ ശ്രദ്ധിക്കുന്ന കണ്ടിട്ടില്ലേ, നമ്മുടെ മുഖത്തേക്ക് തന്നെ അവരിങ്ങനെ നോക്കും. നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ അനുസരിച്ച് അവരുടെ എന്താ പറയുക എക്സ്പ്രഷൻ മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് അവരുടെ പുരികങ്ങൾ മാറും. അവരുടെ മൗത്ത് നമ്മൾ പറയുന്നതിന് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ മൗത്ത് തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ കാലും കയ്യും ഒക്കെ ഇട്ട് അടിക്കും. അങ്ങനെയാണ് അവരവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ബ്ലിസ്ഫുൾ സ്മൈല്, പിന്നെ എക്സോബറൻറ്റ് സ്മൈല്, പിന്നെ വരുന്നതാണ് സോഷ്യൽ സ്മൈല്. 6 to 10 weeks എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴാണ് ആൾക്കാർക്ക് ആ സോഷ്യൽ സ്മൈല് എന്ന് പറഞ്ഞാൽ എന്താണ്?
പേരൻസ് കമ്മ്യൂണിക്കേഷൻ. പേരൻസ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കുന്ന ആരെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ കൊച്ചിന് ഇഷ്ടപ്പെട്ടെങ്കിൽ കൊച്ചെന്ത് ചെയ്യും, ഒന്ന് ചിരിക്കും. അതാണ് സോഷ്യൽ സ്മൈൽ. So social smiles become better organized and stable. A babies learn to use it to evoke sustain pleasurable. അപ്പം എന്തിനാണ് ഇവർ ഈ സോഷ്യൽ സ്മൈൽ തരുന്നതെന്ന് വെച്ചാൽ, ഓക്കെ എനിക്കിത് ഇഷ്ടപ്പെട്ടു, യു ക്യാൻ കണ്ടിന്യൂ ഇറ്റ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരാളെടുത്ത് കഴിയുമ്പോൾ ആ കൊച്ചു ചിരിക്കുവാണെങ്കിൽ നമ്മൾ അയാളെ കൊച്ചിനെ പിന്നെ എടുക്കും. സോ ഇൻ ഓർഡർ ടു കണ്ടിന്യൂ ദാറ്റ്, ആ എക്സ്പീരിയൻസ് കണ്ടിന്യൂ ചെയ്യാനാണ് അവരെന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ സോഷ്യൽ സ്മൈൽ തരുന്നത്. അത് കഴിയുമ്പോഴാണ് എന്ത്, ലാഫ്റ്റർ. ഞാൻ പറഞ്ഞില്ലേ കുടുകുടാ ചിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. 3 to 4 ഇയേഴ്സിലൊക്കെയാണ് നമ്മൾ ഈ പിള്ളേരെ എടുക്കുകയും ഇങ്ങനെ വയറിലൊക്കെ നമ്മൾ പറയില്ലേ സാധാരണ പിള്ളേരുടെ പുക്കിളിൻ്റെ അവിടെയും വയറിലൊക്കെ ഇങ്ങനെ ഗുഡുഗുഡു എന്നൊക്കെ ആൾക്കാർ ചെയ്യും. അപ്പോഴൊക്കെ പിള്ളേർ ചിരിക്കുന്ന കേട്ടിട്ട് കുടുകുടു എന്ന് പറഞ്ഞ് ചിരിക്കും. അതാണ് ലാഫ്റ്റർ എന്ന് പറയുന്നത്. സോ ഈ സമയമാകുമ്പോഴത്തേനും പിള്ളേർ എന്താ പറയുന്നത്, ദേ ഫാസ്റ്റ് റിഫ്ലെക്ട്സ് ദ ഫാസ്റ്റർ പ്രോസസ്സിങ് ഓഫ് ഇൻഫർമേഷൻ. ഇതാണ് അവരുടെ ഫസ്റ്റ് പുതിയ സ്റ്റിമുലൈകളൊക്കെ വരുമ്പോൾ അവർ റിയാക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ലാഫ്റ്ററിലൂടെ. ആൻഡ് ആസ് ഇൻഫൻസ് അണ്ടർസ്റ്റുഡ് മോർ അബൌട്ട് ദ വേൾഡ് ദ ലാഫ് അറ്റ് ദ ഇവൻറ്റ്സ് വിത്ത് സബ്റ്റിൽ ഇവൻറ്റ്സ് ഓർ എലമെൻറ്റ്സ് ഓഫ് സർപ്രൈസ്. പിന്നെ വരുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ സ്റ്റിമുലസ് കിട്ടുമ്പോഴായിരിക്കും അവർ റിയാക്ട് ചെയ്യുന്നത്. പിന്നെയാണ് ഒരു സർപ്രൈസിലൊക്കെ നമ്മൾ ഒളിച്ചേ കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ കളിക്കാൻ തുടങ്ങും. അതാണ് അപ്പം അടുത്ത സ്റ്റെപ്പാണ് ഈ ഒളിച്ചേ കണ്ടേയിലുള്ള സർപ്രൈസിന് അവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എനിക്ക് വീഡിയോ ഉണ്ട് പക്ഷേ എനിക്ക് ഇതും കൂടെ അറ്റാച്ച് ചെയ്യാനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഈ ഒളിച്ചേ കണ്ടേന്ന് പറയുമ്പോഴത്തേനുണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് ചിരിക്കും പിള്ളേർ, ശരിക്കും കുടുകൂടാ ചിരിക്കും. അതാണ് ലാഫ്റ്റർ കഴിഞ്ഞ് സർപ്രൈസിന് അവർ ചിരിക്കാൻ തുടങ്ങും. പിന്നെയുള്ളതാണ് എറൗണ്ട് ദ മിഡിൽ ഓഫ് ദ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ 6 മാസമൊക്കെ ആകുമ്പോഴത്തേനുമാണ് ഇൻഫൻറ്റ് സ്മൈൽ ആൻഡ് ലവ് മോർ വെൻ ഇൻട്രാക്ടിങ് വിത്ത്. പിന്നെയാണ് അവർ കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ളവരിലെടുത്ത്, അതായത് അതുവരെ അവർക്ക് വലിയ അറിവൊന്നും ഇല്ല. നമ്മൾ പറയില്ല അമ്മയുടെ മണവും അമ്മേനെ തൊടുമ്പോഴൊക്കെ മനസ്സിലാവുമെന്ന് പറഞ്ഞെങ്കിൽ പോലും കറക്റ്റ് 6 months ആകുമ്പോൾ തൊട്ട് അവർക്ക് ഫെമിലിയർ ആൾക്കാരെ മനസ്സിലാകും. ആൻഡ് ദേ ഹാവ് എ പ്രിഫറൻസസ് ഫോർ ദ പേരൻറ്റ് ചൈൽഡ് ബോണ്ട്. ആൻഡ് ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 8 തൊട്ട് 10 മാസം വരെ ഒരു കൊച്ചൊരു ടോയ് നമ്മൾ കയ്യിൽ കൊടുത്തെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അറ്റൻറ്റീവായിട്ടുള്ള ഒരു അഡൽട്ട് വരുമ്പോൾ അവർ ആ ടോയിനെ മാറ്റിയിട്ട് ഈ അഡൽട്ടിനെ ശ്രദ്ധിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ദേ പ്ലേ വിത്ത് ഇൻഫൻസ് മോർ ഓഫൻ ഇൻട്രപ്റ്റ് ദെയർ പ്ലേ വിത്ത് ആൻ ഇൻട്രസ്റ്റിംഗ് ടോയ് ടു റിലേ ദെയർ ഡിലൈറ്റ് ടു ആൻ അറ്റൻറ്റീവ് അഡൽട്ട്. ഇപ്പം കൊച്ചൊരു സാധനം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊച്ചിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അറ്റൻഡ് ചെയ്യുന്ന ഒരു അഡൽട്ട് വരുമ്പോൾ ഈ കൊച്ചി ടോയ് മാറ്റിയിട്ട് ആ അഡൽട്ടിനെ ശ്രദ്ധിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് ലൈക്ക് അഡൽട്ട്സ് 10 to 12 months ആകുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇവരുടെ ചിരി, ദേ ഹാവ് സെവറൽ സ്മൈൽസ് എന്നാണ് പറയുന്നത്. അവർക്ക് പല തരത്തിലും പല രീതിയിലുമുള്ള സ്മൈൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. വിത്ത് കോൺടെസ്റ്റ്, സാഹചര്യത്തിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ലൈക്ക് ചീക്ക് റേസ്, നമ്മൾ പറയില്ലേ 2 സൈഡിലും പല്ലൊക്കെ കാണിക്കുന്നെന്ന് പറയുന്ന പോലെ ചീക്ക് റേസ് എന്ന് പറഞ്ഞാൽ വൈഡായിട്ട് നമ്മുടെ ചീക്സ് ഇങ്ങനെ പൊങ്ങി, അതാണ് നല്ല ചിരിച്ചിരിക്കും. അതുപോലെ തന്നെ മ്യൂട്ടഡ് സ്മൈൽ, നാട്ടുകാരെ കാണുമ്പോൾ ഉള്ള ചിരി, അതാണ് മ്യൂട്ടഡ് സ്മൈൽ. പിന്നെ തുറന്ന് നല്ല കളിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പുക്കിളിലൊക്കെ ഇങ്ങനെ ഗുളു അല്ലെങ്കിൽ ട്രൂന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൊച്ചിൻ്റെ വയറ്റിലൊക്കെ എന്തെങ്കിലും കാണിക്കുമ്പോഴാണ് മൗത്ത് ഓപ്പൺ സ്മൈലും അവർ നമുക്ക് തരും. സോ by end of the first year the smile has become a deliberate social signal. അപ്പം ഈ ഒരു എന്താണെന്ന് നോക്കിയാൽ 1 year ആകുമ്പോഴത്തേനും അവരുടെ സ്മൈൽ എന്ന് പറയുന്നത് അവരുടെ സോഷ്യൽ സിഗ്നൽ, അവർക്കൊരാളെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ മനസ്സിലാക്കുന്നതാണ് ഈ പറയുന്നത്. അപ്പോൾ കുറേ ടൈപ്പ് സ്മൈൽസ് നമ്മളിപ്പോൾ പഠിച്ചു. ഏതൊക്കെയാണ്? ആദ്യം ബ്ലിസ്ഫുൾ സ്മൈല്, എക്സുബറൻറ്റ് ലാഫ്റ്റർ, പിന്നെയുള്ളതാണ് സോഷ്യൽ സ്മൈൽ വന്നു, ലാഫ്റ്റർ വന്നു, അത് ഫോർ ന്യൂ ഇവൻറ്റ്സ് ആൻഡ് സർപ്രൈസിന് ലാഫ്റ്റർ വന്നു. പിന്നെയുള്ളതാണ് ചീക്ക് റേസ് സ്മൈലും മ്യൂട്ടഡ് സ്മൈലും മൗത്ത് ഓപ്പൺ സ്മൈലും. ഇതെല്ലാമാണ് ഹാപ്പിനെസ്സിനകത്ത് അവർ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇത്രയും രീതിയിലൂടെ. നെക്സ്റ്റ് വൺ ഈസ് ആങ്കർ ആൻഡ് സാഡ്നെസ്. എന്താണ്? പിള്ളേരും അവർക്ക് ദേഷ്യമുണ്ടോ? പിള്ളേർക്ക് ദേഷ്യപ്പെടുമോ? ഉണ്ടോ? അവർക്ക് സങ്കടമുണ്ടോ? സങ്കടം പിന്നെ നമുക്കറിയാമല്ലേ, കരയുന്നുണ്ട്. പിള്ളേരും ദേഷ്യം കാണിക്കും. ബേബീസ് റെസ്പോണ്ട് വിത്ത് ജനറലൈസ്ഡ് ഡിസ്ട്രെസ്. അവർക്കും ദേഷ്യം അവർക്ക് ഇഷ്ടപ്പെടാത്ത, ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമോഷനാണല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യം എപ്പോഴും അവർക്ക് സാധാരണ ഹങ്കർ, വിശക്കുമ്പം, പെയിൻഫുൾ, ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ കണ്ടിട്ടില്ലേ ഈ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിയുമ്പോൾ ചില പിള്ളേരുടെ സങ്കടം കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കൂടെ കരച്ചിൽ വരും. അതാണ് പെയിൻഫുൾ മെഡിക്കൽ പ്രൊസീജിയേഴ്സ്.
ഈവൻ അവരുടെ ചേഞ്ചസ് ഇൻ പനിയൊക്കെ വരുമ്പോൾ, ബോഡി ടെമ്പറേച്ചർ വരുമ്പോൾ, ഇല്ലെങ്കിൽ അവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ അമ്മ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മിതാമിസ് പറയുന്നേക്കാം, മിസ്സ് വീട്ടിൽ വരുമ്പോൾ മിസ്സ് പുറകിൽ പോയി കുളിച്ചിട്ടേ കൊച്ചിനെ കാണത്തുള്ളൂ എന്ന്. അപ്പോൾ മിസ്സ് കണ്ടിട്ട് കൊച്ചിനെ എടുത്തില്ലെങ്കിൽ അതിൻ്റെ മുഖം കാണുമ്പോൾ മിസ് കരച്ചിൽ, അതിൻ്റെ ഡിസ്ട്രെസ് അത് എക്സ്പ്രസ് ചെയ്യും എന്നാണ് പറയണത്. അപ്പോൾ അതാണ് നമ്മൾ ലിറ്റിൽ ഓർ ടൂ മച്ച് ആണെങ്കിലും അവരുടെ ഡിസ്ട്രെസ് അവർ എക്സ്പ്രസ് ചെയ്യും. സോ 4 to 6 months ആകുമ്പോഴത്തേനും ഇൻ ടു ദ സെക്കൻഡ് ഇയർ, അല്ലെങ്കിൽ 6 മാസം തൊട്ട് ഒരു 2 വയസ്സ് വരെ ആംഗ്രി എക്സ്പ്രഷൻസ് ഇൻക്രീസ്. അപ്പോഴാണ് അവരുടെ ആ എക്സ്പ്രഷൻ, അവരുടെ ദേഷ്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമെന്നാണ് നമ്മൾ വിളിച്ചത്. ചീവര് പോലെ ഇങ്ങനെ കരഞ്ഞ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അവർ കാണിക്കും. അതാണ്. സോ ഓൾഡർ ഇൻഫൻസ് കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ, ഈ 2 വയസ്സൊക്കെ ആകുമ്പോൾ അവരെങ്ങനെയാണ് അവരുടെ ദേഷ്യം, എന്തിനൊക്കെയാണ് അവരുടെ ദേഷ്യം കാണിക്കുന്നതെന്ന് വെച്ചാൽ, അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം മാറ്റിക്കളഞ്ഞാൽ അവർ ബഹളം ഉണ്ടാക്കും. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം കൊടുത്താൽ, ഇപ്പോൾ നമ്മൾ അവരെ കുറുക്കൊക്കെ കൊടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും ചെയ്തോണ്ടല്ലോ ദേഷ്യം വരും. അതുപോലെ നമ്മൾ അവരെ കൈ പിടിച്ച് വെച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ളവർ അവരിൽ നിന്ന് മാറിയാൽ, അല്ലെങ്കിൽ അവരെ ഉറക്കം വരാത്തപ്പോൾ അവരെ പിടിച്ച് ഉറക്കാൻ കിടത്തിയാൽ, ഇതിനൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, ദേഷ്യപ്പെടുന്നത്. ദേഷ്യം അവർ കാണിക്കും. ആൻഡ് വൈ ഡു ആങ്ക്രി റിയാക്ഷൻസ് ഇൻക്രീസ് വിത്ത് ഏജ്? എന്തുകൊണ്ടാണ് ഈ നമ്മൾ പറയുന്നില്ലേ, ഈ ചെറിയ ബോംബുകൾ വലുതാകുമ്പോൾ ന്യൂക്ലിയർ ബോംബ് പോലെ ആവുന്നതെന്ന് പറയുന്ന പോലെയാണ്. എന്തുകൊണ്ടാണ് ഈ ദേഷ്യം ഇൻക്രീസ് ചെയ്യുന്നത്? അല്ലെ, വൈ ഡു ആങ്ക്രി റിയാക്ഷൻസ് ഇൻക്രീസ് വിത്ത് ഏജ്? ആസ് ഇൻഫൻസ് ബിക്കം കേപ്പബിൾ ഓഫ് ഇൻറ്റൻഷണൽ ബിഹേവിയർ ദേ വോണ്ട് ടു കൺട്രോൾ. അപ്പോൾ എന്തിനാണ് ദേഷ്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദേഷ്യപ്പെടുന്നത്. സോ ഈവൻ ഇൻഫൻസ് ആർ കേപ്പബിൾ ഓഫ് ഇൻഫൻസ് ബിക്കം കേപ്പബിൾ ഓഫ് ഇൻറ്റൻഷണൽ ബിഹേവിയർ. അവർക്ക് വേണ്ടത് എന്താണ് എന്നവർ കാണിച്ചു തരും. അപ്പം അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നടത്തുമ്പോൾ അവരെന്ത് ചെയ്യും, ദേഷ്യപ്പെടും. ദേ ആർ ഓൾസോ മോർ പെർസിസ്റ്റൻ്റ് അബൌട്ട് ഒബ്റ്റെയിനിങ്. അവർക്കും ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ലെസ് ഈസിലി, ഈ കുറച്ച് വലുതായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല അല്ലേ. നമ്മളിങ്ങനെ ഇപ്പം ചിലരില്ലേ ടോപ്പിക്ക് മാറ്റും, ദേഷ്യം വരുമ്പോൾ ടോപ്പിക്ക് മാറ്റും. പക്ഷെ ചിലപ്പോൾ നമ്മളതിൽ സക്സസ് ആവും. ചിലപ്പോൾ എങ്ങനെയാണ്, നമ്മളെ വി കനോട്ട് ഈസിലി ഡിസ്ട്രാക്റ്റഡ്. അതാണ്. അപ്പോൾ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ ദേഷ്യം കൂടിക്കൂടി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവും ആരാണ് നമുക്ക് ഈ ദേഷ്യം കൊണ്ടുവരുന്നതെന്ന് നമുക്കവിടെ മനസ്സിലാകും. സോ അതും കൂടെ കൂടിയിട്ട് എന്ത് സംഭവിക്കും, നമ്മൾ കുറച്ചും കൂടെ അതുകൊണ്ടും കൂടെയാണ് നമ്മൾ ദേഷ്യം കാണിക്കുന്നത്. ബിക്കോസ് വി കുഡ് ഐഡൻറ്റിഫൈ ഹൂ ഇസ് ദ റിയൽ കോസ് ഓർ വാട്ട് മെയ്ഡ് us ടു ഗെറ്റ് ആംഗ്രി. So their anger is particularly intense when caregiver from whom they have come to expect. പിന്നെ എന്താണ്, ഏറ്റവും കൂടുതൽ നിരാശയാണ് ദേഷ്യത്തിൻ്റെ കാരണം അല്ലേ. കാരണം എന്താ, നമ്മൾ ആരിൽ നിന്നാണോ കംഫർട്ട് പ്രതീക്ഷിക്കുന്നത് അവർ നമുക്ക് ഡിസ്കംഫർട്ട് തരുന്നതാണ് നമ്മുടെ ദേഷ്യത്തിന്. ഇതിപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, ശരിയാണല്ലോ, ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ദേഷ്യപ്പെടുന്നതെന്ന്. സോ അതാണ്. ആൻഡ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ആങ്കർ ഈസ് അഡാപ്റ്റീവ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് എനിക്ക് സങ്കടം വരുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. കരച്ചിലിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ദേഷ്യപ്പെടുന്നത്. സോ ആങ്കർ ഈസ് അഡാപ്റ്റീവ്. ആൻഡ് ആങ്കർ മോട്ടിവേറ്റ്സ്. അതുപോലെ തന്നെ കുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പിള്ളേർ ദേഷ്യം എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കും. ആൻഡ് നമ്മൾ അവർക്കിഷ്ടമല്ലാത്തത് ചെയ്യാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. മനസ്സിലായോ? അപ്പം ആക്ച്വലി അത് അവരുടെ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. സോ ദാറ്റ് വി വോണ്ട് ക്രിയേറ്റ് അൺനെസസറി ഡിസ്ട്രെസ് ആൻഡ് വി വോണ്ട് ഡൂ സംതിങ് ദാറ്റ് മേക്സ് ദം ആങ്ക്രി. ഓക്കെ. സോ അതാണ് എന്തുകൊണ്ടാണ് ഇത്ര അതായത് വലിയ ദേഷ്യം ഇല്ലാത്ത പിള്ളേരുടെ ദേഷ്യം കാലക്രമേണ ഇൻക്രീസ് ആവുന്നതെന്ന് ചോദിച്ചാൽ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. നെക്സ്റ്റ് വൺ ഈസ് സാഡ്നെസ്. സാഡ്നെസ്സും ആങ്കറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പെയിൻ വരുമ്പോൾ നമ്മൾ കാണിക്കുന്നതാണ് സാഡ്നെസ്. റിമൂവൽ ഓഫ് ഒബ്ജക്റ്റ്. സാഡ്നെസ് ആൻഡ് ആങ്കർ മോർ ഓർ ലെസ് സെയിം ആട്ടോ. ആൻഡ് അല്ലെങ്കിൽ പിള്ളേർക്ക് എന്താ പറയുന്നത്, അമ്മയില്ലാത്തപ്പം ഒക്കെ ഇപ്പം മണി എങ്ങനെയാണെന്ന് വെച്ചാൽ 5 മണി ആയി കഴിയുമ്പോഴത്തേനും, ഞാൻ എന്നും 5 മണിക്കൊക്കെയാണല്ലോ തിരിച്ചു വരുന്നത്. ഇപ്പോൾ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് കൊച്ചിനത് മനസ്സിലായി. കഴിഞ്ഞ വർഷമൊക്കെ ആയിരുന്നു കൊച്ച് 5 മണിയാകുമ്പോൾ അമ്മയോട് ചോദിക്കും എന്ന് പറഞ്ഞു, എൻ്റെ മദറിനോട്, എന്തിയാ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് പുള്ളി. ഒരു ദിവസം ഞാൻ വരുമ്പോൾ അവൻ എൻ്റെ ജനലിൻ്റെ പുറത്ത്
കാലും ഇട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. സോ അതാണ് ഇപ്പോൾ പിള്ളേർക്ക് അവരുടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആൾക്കാരില്ലാതെ വരുമ്പോൾ പിള്ളേർ എന്ത് ചെയ്യും, സാഡ് ആവരുത്. സോ അതാണ്. ആൻഡ് നമ്മൾ റിയാക്ഷൻ, നമ്മളവർക്ക് വേണ്ട കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ കുറയ്ക്കുമ്പോഴും പിള്ളേർക്ക് സാഡ്നെസ് വരും. നെക്സ്റ്റ് വൺ ഈസ് ഫിയർ. ഫിയർ എന്താണ്? എഗെയിൻ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഇയറിൽ നമുക്ക് പറയാം പേടി അപ്പോഴാണ് വരുന്നത്. ഇവിടെ വരുന്ന ഒരു മെയിൻ ഫിയറാണ് എന്ത്, പിള്ളേർക്ക് സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഫസ്റ്റ് ഇയറിലാണ്. അതായത് 6 മാസം കഴിയുമ്പോൾ തൊട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്. അതുവരെ പിള്ളേർക്ക് വലിയ അറിവില്ല. ഞാൻ പറഞ്ഞില്ല, ഫെമിലിയർ ആൾക്കാരെ പോലും മനസ്സിലാവത്തില്ല. അപ്പോൾ പിന്നെ ഫെമിലിയർ ആൾക്കാരെ മനസ്സിലാവുന്ന എപ്പോഴാണ്? 6 മാസം കഴിയുമ്പോഴാണ്. പക്ഷെ അപ്പം മനസ്സിലാകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്ത്, സ്ട്രേഞ്ചർ ആങ്സൈറ്റി. നമ്മൾ ടെമ്പറമെൻറ്റ് ചാപ്റ്റർ പഠിച്ചില്ലേ, അതാണ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി. അപ്പം പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓരോരുത്തരുടെയും സ്ട്രേഞ്ചർ ആങ്സൈറ്റി പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ആ കൊച്ചിൻ്റെ ടെമ്പറമെൻറ്റ്, പാസ്റ്റ് എക്സ്പീരിയൻസസ്, കറൻറ്റ് സിറ്റുവേഷൻ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം, ചില ആൾക്കാർ ഇപ്പം നിങ്ങളുടെ തന്നെ ഇടയ്ക്ക് നിങ്ങളുടെ ചിലർക്കുണ്ടല്ലോ പിള്ളേരെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് കൈകാര്യം ചെയ്യാനറിയാം. ചിലരുടെ അടുത്ത് പിള്ളേർ വരത്തില്ല. ഈ വരുന്നവരെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടല്ലോ, അറിയാം അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഓടിപ്പോയി വാ മോനെ എന്ന് പറഞ്ഞ് പിടിക്കത്തില്ല. അവരെങ്ങനെ സ്ലോലിയാണ് അവരാദ്യം ആ കൊച്ചിന് ഇഷ്ടമുള്ള എന്തെങ്കിലും. എൻ്റെ അടുത്ത് ആരാ കഴിഞ്ഞ ദിവസം ഈ മാണീനെയൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇങ്ങ് വന്നേ ഞാൻ മീനിനെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവന് ഇഷ്ടമുള്ള സാധനം ചെയ്ത്, അല്ലെങ്കിൽ ആദ്യം ഇങ്ങനെ എൻ്റെ കൂട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ ചിരിച്ചൊക്കെ കാണിക്കും. അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യാറ്? അതാണ് പറയുന്നത്. ഇപ്പം നിങ്ങളാണെങ്കിലും കസിൻസിനൊക്കെ പിള്ളേരെടുക്കും ഓടിപ്പോയി കൊച്ചിനെ എടുക്കാൻ പോയാൽ കൊച്ചു കരഞ്ഞു പോകും. അതേസമയം പയ്യെ അമ്മ അടുത്തിരിക്കുമ്പോൾ ആ കൊച്ചിൻ്റെ അടുത്ത് പോയിരിക്കുക, കുറച്ച് ഗോഷ്ഠികളൊക്കെ കാണിക്കുക, ഗ്രാജുവലി അവരുടെ അടുത്തേക്ക് പോവുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ അതാണ് പറഞ്ഞത് സ്ട്രേഞ്ചേഴ്സ് സ്റ്റൈൽ ഓഫ് ഇൻട്രാക്ഷൻ, അവരുടെ അപ്രോച്ചിങ് സ്ലോലി, ഇതൊക്കെയാണ് ഈ സ്ട്രേഞ്ചർ ആങ്സൈറ്റി കുറയാൻ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ കൾച്ചറൽ പ്രാക്ടീസസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഒത്തിരി പേര് കൂടി വളർത്തുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ പറയില്ലേ നമ്മുടെയൊക്കെ ഒരു കൾച്ചറൽ നെയ്ബേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും കുട്ടിക്ക് അങ്ങനെ ഒരു ആങ്സൈറ്റി ഉണ്ടാകത്തില്ല. അതേസമയം ഒരു വീട്ടിൽ അമ്മേനെ മാത്രം കണ്ട് വളരുന്നൊരു കൊച്ചാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും, അതിന് ആങ്സൈറ്റി ഉണ്ടാകും. സോ പക്ഷെ പേടിയുള്ളപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യും, അവരെ പേടിയുള്ള കുട്ടികൾ, അമിതമായിട്ട് പേടിയുണ്ടെങ്കിൽ അവരൊരു സാധനം, നമ്മൾ ചിലർ കണ്ടിട്ടില്ല അമ്മേനെ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അതായത് അമ്മ പോകുന്നിടത്തതിന് ചുറ്റും തന്നെ പോയിക്കൊണ്ടിരിക്കും. ദേ വോണ്ട് എക്സ്പ്ലോർ, അവർ പോയി അന്വേഷിക്കത്തൊന്നുമില്ല, അവരിങ്ങനെ അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കും. അപ്പം എന്തിനു വേണ്ടിയിട്ട്? ഈ ഫെമിലിയർ കെയർ ഗീവർ ഒരു സെക്യൂർ ബേസ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും, ഒരു ഓടി അമ്മയുടെ അടുത്ത് തിരിച്ചും വരും. അപ്പോൾ പേടിയാണ് ഇതിനെ കാണിക്കുന്നത്. പേടിയില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും, സ്ട്രേഞ്ചർ ആങ്സൈറ്റി അധികം ഇല്ലാത്തവരാണെങ്കിൽ അവരെല്ലാവരുടെയും കൂട്ടത്തിൽ പോവുകയൊക്കെ ചെയ്യും. ആൻഡ് ഇവിടെയും എന്താണ് നമ്മൾ പറഞ്ഞത്, ആസ് പാർട്ട് ഓഫ് ദിസ് അഡാപ്റ്റീവ് സിസ്റ്റം എൻകൗണ്ടേഴ്സ് വിത്ത് സ്ട്രേഞ്ചേഴ്സ്. അപ്പം ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിനെ എൻകൗണ്ടർ ചെയ്യുന്നത് കൊണ്ട് പിള്ളേർക്ക് 2 കോൺഫ്ലിക്റ്റിംഗ് ടെൻഡൻസീസ് ഉണ്ടാകും. ഒന്നുകിൽ അവർക്ക് ഒരു അപ്രോച്ച് ടെൻഡൻസി ഉണ്ടാകും, അതാണ് ഇൻട്രസ്റ്റ് ആൻഡ് ഫ്രണ്ട്ലിനെസ് ആകും. ഇല്ലെങ്കിൽ അവർ ഒരു അവോയ്ഡൻസ് കാണിക്കും, അത് ഫിയറാണ്. പക്ഷേ ഇൻഫൻസ് ബിഹേവിയറിസ് അപ്പം സാധാരണ ഇത് രണ്ടും എക്സ്ട്രീമിലൊന്നും കാണിക്കാറില്ല. ഇത് രണ്ടും ഒരു ബാലൻസിലൊക്കെയാണ് കാണുന്നത്. പക്ഷെ നമുക്കറിയാം കൊച്ചിനൊരാൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ കൊച്ച് അവരോടുതി പോകും, കൊച്ചിനൊരാൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പേടിച്ചിരിക്കും. അതാണ് അപ്രോച്ച് ആൻഡ് അവോയ്ഡൻസ് കാണിക്കുന്നത്. ആൻഡ് നമുക്കറിയാം ഇതിനെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ആ കൊച്ചിൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും, അതായത് ചിന്തിക്കുന്നു. ഇപ്പം എൻ്റെ അമ്മ ചിരിച്ച്, പക്ഷേ അതായിട്ട് ഈ അബ്യൂസേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും എൻ്റെ അമ്മ സംസാരിക്കുന്നു, എൻ്റെ അമ്മ കോൺഫിഡൻ്റ് ആണെങ്കിൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ ദിസ് പേഴ്സൺ ഈസ് നോട്ട് ദാറ്റ് ഹാംഫുൾ എന്ന് മനസ്സിലാകും. ആൻഡ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഒരു ഫസ്റ്റ് 2 ഇയേഴ്സിൽ അതർ ഫിയേഴ്സ് ഓഫ് ദ ഫസ്റ്റ് 2 ഇയേഴ്സ് ആകുമ്പോഴത്തേനും ഇത് കുറയുമെന്നാണ് പറയുന്നത്. അപ്പം ഇത് കുറയുന്നത് എന്തുകൊണ്ടാണ്? സ്ട്രേഞ്ചർ ആങ്സൈറ്റി 2 വയസ്സ് കഴിയുമ്പോഴത്തേനും കുറയും എന്ന് പറയുന്നതിന് ഒരു അഡാപ്റ്റീവ് സൈഡ് ഉണ്ട്. കാരണം നമുക്കറിയാം എല്ലാ കാലത്തും അറിയാവുന്നവരുടെ കൂടി മാത്രമാണ് ഈ കുട്ടി ജീവിക്കുന്നത്, അല്ല ഒത്തിരി അറിയത്തില്ലാത്ത സ്ട്രേഞ്ചേഴ്സ് നമ്മുടെ ലൈഫിൽ വേണം. ഫോർ എക്സാമ്പിൾ സ്കൂളിൽ പോയി തുടങ്ങണം, അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിനെ എല്ലാം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പം ഇങ്ങനെ അറിയത്തില്ലാത്തൊരു വേൾഡിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ് ഈ സ്ട്രേഞ്ചർ ആങ്സൈറ്റി അല്ലെ ഫിയർ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ അതിനുവേണ്ടി അവർ ഒത്തിരി സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ സ്ട്രേഞ്ചർ ആങ്സൈറ്റി അല്ലെങ്കിൽ ഇവരുടെ ഈ ഫിയറിനെ കുറയ്ക്കുന്നത്. അതിലൊന്നാണ് ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ.
ഓക്കെ, എന്ന് വെച്ചാൽ അവർ തന്നെ മനസ്സിലാവും, ഓക്കെ ഐ ആം നോട്ട് സപ്പോസ് ടു എക്സ്പ്രസ്. പേടി വരുമ്പോൾ, എപ്പോഴും പേടി വരുമ്പോൾ അപ്പം തന്നെ എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഒന്നുകിൽ ഇപ്പോൾ അമ്മയോട് പറയാം, അമ്മ എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുക. അപ്പം നമ്മൾ അങ്ങനത്തെ പല ടാക്ടിക്സ് യൂസ് ചെയ്യും. അതിലൊന്നാണ് ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ. ഓക്കെ.